വൈകുന്നേരം വരുന്ന സമയത്ത് ഒടുക്കത്തെ വിശപ്പായിട്ടാണ് ട്ടോ വരാറ്. എന്ത് കഴിക്കണം ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്താണ് വരാറ്. വന്ന ഉടനെ നല്ല പഴം പുഴുങ്ങിയതും അതേപോലെ തന്നെ നല്ല അടിപൊളി ചായയും. ചായ അത്ര നല്ലതല്ലാന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ ഒരു വീക്ക്നെസ് ആണ്. നല്ല ചൂടോടുള്ള പഴവും അതിന്റെ മേലെ കുറച്ച് നെയ്യും നല്ല അടിപൊളി ചായയും. ഇവ മൂന്നും കൂടി ആയപ്പോൾ വൈകുന്നേരത്തെ ഉഷാലായി. അപ്പൊ ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പേളി മാമിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടിരുന്നു ഫുഡ് കഴിച്ച് തീരുന്നത് വരെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പ്ലാൻ ഇടാണ് രാത്രി എന്താ കഴിക്കേണ്ടതെന്ന് കൂടി പ്ലാൻ ചെയ്യാൻ കേട്ടോ. രാത്രി ഞാൻ വിചാരിച്ച ചപ്പാത്തിയും മുട്ടക്കറിയും കൂടി പ്രിപ്പയർ ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ട് ആ പണിയിലേക്ക് കിടക്കാം കേട്ടോ. ചപ്പാത്തിക്കുള്ള ആട്ടപ്പൊടി എടുത്തു. അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നീനേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ കയ്യിൽ ചിക്കനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നത് അതൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം മെല്ലെ മെല്ലെ കയറി വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സ്റ്റെയർ വന്നിട്ടുള്ളത്. ഇനി മുട്ടക്കറിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. സ്വതവേ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെന്ന് മാത്രം. നമ്മളുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. എന്നോട് ഒരുവിധ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാ അങ്ങനെ പരത്തേണ്ട ആവശ്യം, നിങ്ങൾക്ക് നോർമലി പ്രഷർ യൂസ് ചെയ്താൽ പോരെന്ന്. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. സോ എനിക്കിതാണ് ഇഷ്ടം. മറ്റേതൊരു പത്തിരി ടേസ്റ്റിലേക്ക് പോകുന്ന വരെ എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ മുട്ടക്കറീൻ്റെ ഏകദേശം ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനി അത്യാവശ്യം നല്ലോണം അത് വറ്റിക്കോട്ടെ കേട്ടോ. ഇത് കുറച്ച് ആകെ ഞങ്ങൾ 2 പേരല്ലേ കഴിക്കാനുള്ളൂ. അപ്പോൾ ഇത്ര തോനെ വേണ്ട. അപ്പം എനിക്ക് എന്തായാലും ഒന്ന് കുറുക്കിയെടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. അത്യാവശ്യം വറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും മുട്ടയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ സാധാരണ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറമേ നിന്ന് വാങ്ങുന്ന കോക്കനട്ട് പൗഡർ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നുമില്ല. ഓവർ തിളയ്ക്കാനൊന്നും നോക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് നമുക്ക് ഓഫാക്കാം. ചപ്പാത്തി കൂടി ചുട്ടെടുത്തപ്പോൾ നമ്മൾ പണി കഴിഞ്ഞു.